ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ വളരെ പ്രസിദ്ധമായ ഒരു കാവ്യമാണ് പുളിമാവ് വെട്ടി. അദ്ദേഹത്തിൻ്റെ ഇടശ്ശേരി കവിതകൾ എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്ത ഒരു ഭാഗമാണിത്. അദ്ദേഹത്തെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൂതപ്പാട്ടൊക്കെ വളരെ പ്രസിദ്ധമായ കവിതയാണ്. അതൊക്കെ നമുക്കതിൻ്റെ കഥകളൊക്കെ വളരെയധികം പ്രസിദ്ധമായിട്ടുള്ളതാണ്, നമുക്കതറിയാവുന്നതാണ്. ഇദ്ദേഹം എഴുതിയിരിക്കുന്നത് പ്രകൃതി സൗന്ദര്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രത്യേക ഒരു ടോപ്പിക്കാണിത്. പുളിമാവ് വെട്ടി, അതായത് മുറ്റത്ത് വളരെ മാങ്ങകളുമായിട്ട് പരിലസിച്ച് നിൽക്കുന്ന, പടർന്നു നിൽക്കുന്ന ഒരു പുളിമാവ്, അത് തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങ് വെട്ടാൻ നിർദ്ദേശിക്കുകയാണ്. പ്രകൃതിയുടെ അസന്തുലിതാവസ്ഥയോ അല്ലെങ്കിൽ പ്രകൃതിയുടെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഒന്നും അദ്ദേഹത്തെ ബാധിക്കുന്നതേയില്ല. അദ്ദേഹം അതിന് അഡ്വാൻസ് വാങ്ങിയിട്ട് വെട്ടാൻ നിർദ്ദേശിക്കുകയാണ്. അപ്പം മാവിന് ഒരു ഹൃദയമുണ്ട്. അപ്പം മാവിൻ്റെ ചിന്തകൾ എന്തെല്ലാമായിരിക്കും, അതുപോലെ അടുത്ത് നിൽക്കുന്ന മാവുകൾക്ക് എന്തെല്ലാമായിരിക്കും ദുഃഖഭാരം. ഇതേ അനുഭവം തന്നെ തങ്ങൾക്കും ഉണ്ടാകില്ലേ എന്ന് ചുറ്റും നിൽക്കുന്ന ഒട്ടുമാവുകൾ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാറ്റ്, വടക്കൻ കാറ്റ് വരുമ്പോഴും ആ കാറ്റിനും ചിന്തയുണ്ടാവില്ലേ, എന്നും തലോടിക്കൊണ്ട് കടന്നു പോകുന്ന കാറ്റാണ്. അതുപോലെ കിളികൾ അതിനകത്ത് കൂട് കൂട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഓരോ കിളികളും ഒരു കൂട്ടം കിളികളുമായിട്ട് വന്ന് അവിടെ താമസം ഉറപ്പിച്ചിട്ടുണ്ടാവും. അവർക്കതെല്ലാം നഷ്ടപ്പെടുകയാണ്. അതുപോലെ തന്നെ ഈ മാവ് മഴുവിൻ്റെ കൂർത്ത മുനയേറ്റ് വളരെ ഭീകരനാദത്തോടുകൂടി അലർച്ചയോടുകൂടി താഴെ വീഴുമ്പോൾ ഭൂമിക്കുണ്ടാകുന്ന വേദന, ഭൂമി ദേവിക്കുണ്ടാകുന്ന വേദന, ഒരമ്മയുടെ തീർത്താൽ തീരാത്ത വേദന, ഇതെല്ലാമാണ് കവിയുടെ ആവിഷ്കരിക്കുന്നത്. നമുക്ക് നോക്കാം. പുളിമാവ് വെട്ടി. പുറംപറമ്പിൽ പുളിമാവൊന്നുണ്ടാരാൻ പിള്ളേർക്കൊരു പൂരം, മുറിച്ചു തള്ളി പലക പിടിപ്പിൻ വാങ്ങി ഞാനതിനച്ചാരം. എന്താണ്? പുറംപറമ്പിൽ പുളിമാവെന്ന് ഉണ്ട്. ഈ മാവുണ്ടായിക്കഴിഞ്ഞാൽ, അതിൽ മാങ്ങ ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾ അവിടുന്ന് ഇവിടുന്നൊക്കെ വന്ന് ഒരുപാട് അതിലെറിയും. അതിനെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അവർ കൊതിയോടുകൂടി ഓടി നടക്കും. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന മാങ്ങ കഴിക്കും. അങ്ങനെ തുള്ളിച്ചാടി രസിച്ച് നടക്കും. അതൊന്നും ഇനി വേണ്ട, നമുക്ക് അത് മുറിച്ചിട്ട് അതിൻ്റെ പലക നമുക്ക് വിൽക്കാനുള്ള പരിപാടിയിലാണ് ഇതിൻ്റെ ഉടമസ്ഥൻ. ഉടമ കൊടുത്തു കഴിഞ്ഞു കൽപ്പന ബംഗ്ലാവിരിപ്പായി, ഒട്ടുമാവുകളത് കേട്ടോ തളിർനാക്കു കടിച്ച് നിൽപ്പായി. അതെന്താണ്? ഉടമ കൊടുത്തു കഴിഞ്ഞു കൽപ്പന, അതായത് ഈ അതിനുള്ള അച്ചാരം എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ബാക്കി വെട്ടാൻ വരുന്ന ദിവസം മുഴുവൻ തുകയും കിട്ടും. ഇതെല്ലാം വാങ്ങിക്കഴിഞ്ഞിട്ട് ബംഗ്ലാവിലങ്ങനെ ഇരിക്കുകയാണ്. ഒട്ടുമാവുകൾ ചുറ്റും നിൽക്കുന്ന വേറെ ഒട്ടുമാവുകളുണ്ട്. അത് നല്ല രസിൻ മാങ്ങ തരുന്ന, ഇതുപോലെ തന്നെ മാങ്ങ തരുന്ന മാവുകളാണ്, കൊച്ചു മാവുകളാണ്. അപ്പോൾ അതിലും മാങ്ങകളുണ്ട്. പക്ഷേ അതുങ്ങൾ ഇത് കേട്ട് വിറങ്ങലിച്ച് നിൽക്കുകയാണ്. അതായത് തങ്ങൾക്കിനിയും ഇത് തന്നെ ആയിരിക്കുമല്ലോ വിധി എന്നോർത്ത്. പച്ചക്കല്ല് വിളഞ്ഞു കിടക്കും ഗിരിശൃംഗത്തിൻ പ്രതിരൂപം, പാടത്തിൻ്റെ കരയ്ക്കത് നിൽപ്പൂ നമ്മുടെ കുടിലിൻ അടയാളം. അത് പച്ചക്കല്ലെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വിളഞ്ഞു നിൽക്കുകയാണ്. മാങ്ങകൾ അങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന ഒരു വലിയ കൊടുമുടി പോലെ അങ്ങനെ വിളഞ്ഞ് ഭയങ്കരമായിട്ട് ഉയർന്നു നിൽക്കുകയാണ്. പാടത്തിൻ്റെ കരയ്ക്കാണ് ഇത് നിൽക്കുന്നത്. അത് കുടിലിൻ്റെ വാതിൽക്കലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറയാറില്ലേ, ഇങ്ങനെ വീടിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്, അവിടെ ഒരു വലിയ മാവ് നിൽപ്പുണ്ട്, നിറച്ച് മാങ്ങയൊക്കെ ഉണ്ട്, അത് തന്നെയാണ് എൻ്റെ വീട് എന്നൊക്കെ നമ്മൾ അതിൻ്റെ അടയാളം പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്രയും കാലം ഒരടയാളമായിട്ട് നിൽക്കുകയായിരുന്നു ആ മാവ്. പൂത്തു നിൽക്കുന്ന അളവിരതത്രേ ദേവന്മാർക്കുള്ള ആവാസം. അപ്പോൾ ഈ പൂത്ത് തളിർത്ത് നിൽക്കുന്ന ഈ മാവിലെ, ഈ മാങ്ങകളുണ്ടായി നിൽക്കുന്ന ഈ മാവിലെ ദേവന്മാർ ആവാസത്തിന് വന്നിട്ടുണ്ട്. ദേവന്മാരവിടെ താമസത്തിന് വന്നിട്ടുണ്ട്. പുലരെ കാണാം ജില്ലയിൽ അവർ തൻ പൊഴിയും മൃദുഹാസം.
എപ്പോഴും അവരുടെ ചിരി ഇങ്ങനെ കേൾക്കാം എന്നാണ് പറയുന്നത്. ഉച്ചയ്ക്കിവിടെ ഇരുന്നാൽ കേൾക്കാം അവരുടെ പേച്ച് കളങ്കം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് അവിടെ ഇരിക്കുമ്പോഴും അവരുടെ ഈ പേച്ച് കളങ്കം അങ്ങനെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ മാങ്ങകൾ ഈ അങ്ങനെ കാറ്റിലാടുമ്പോഴുള്ള ഈ സ്വരങ്ങളൊക്കെ ഇത് അവരുടെ സംസാരവും ചിരിയുമൊക്കെ ആണെന്നാണ് പറയുന്നത്. പിച്ച നടന്നൊരു നാൾ മുതലേ പൊരുളറിവോ നാമപശങ്കം മുറിച്ചു തള്ളി പലക പിടിക്കാൻ ഉടമസ്ഥൻ ആവേശം. അതായത് ഇതിൻ്റെ ഇത്രയെല്ലാം ഗുണങ്ങളുള്ള ആ മാവ് വെട്ടി അതിൻ്റെ പണം വാങ്ങാനാണ് ഉടമസ്ഥൻ ആവേശം. ഈ ഉടമസ്ഥന് അതിൻ്റെ പണം എന്നുള്ളത് മാത്രമാണ് അയാളുടെ ലക്ഷ്യം. മറുത്തു പറയാൻ ആരുണ്ടയ്യോ നമുക്ക് കരയാൻ അവകാശം. അപ്പോൾ അയാളോട് തട്ടിക്കയറാനോ പാടില്ലെന്ന് പറയാനോ നമുക്കൊന്നും അവകാശമില്ല. ഇതിൻ്റെ ഉടമസ്ഥന് മാത്രമാണ് ഇതിൻ്റെ അധികാരം. അയാളാണ് ഇതിൻ്റെ അധികാരം കൈയാളുന്നത്. അയാളുടെ ഭൂമിയാണ്, അയാളുടെ മാവാണ്. അതിൽ മാങ്ങയുണ്ടായിരിക്കാം, അത് വലിയ തടിയായിരിക്കാം, വലിയ വൃക്ഷമായിരിക്കാം. പക്ഷേ അയാൾക്കത് സ്വാർത്ഥതയ്ക്കനുസരിച്ച് വിൽക്കാനും അധികാരമുണ്ടെന്നാണ് കവി പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും കാണിക്കാം. പക്ഷേ ഇവിടെ ഒരു സത്യമുള്ളത് നമ്മുടെ പ്രകൃതിയുടെ നഷ്ടമാണ്. പച്ചത്തണലും കൊത്തിയെടുത്തിട്ടകലപ്പാറിൻ പറവകളെ പട്ടയമാരും തന്നീരല്ലോ നിങ്ങൾക്കിവിടെ കുടി പാർക്കാൻ. അപ്പം ഇയാൾ കരുതുന്നതാണ്, ഉടമസ്ഥൻ കരുതുന്നതാണ്, ഇതിൻ്റെ വേണമെങ്കിൽ ഒരു പച്ചത്തണലും കൂടെ കൊത്തിയെടുത്തുകൊണ്ട് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും പൊയ്ക്കുള്ളൂ പക്ഷികളെ, ഇവിടെ താമസിപ്പിക്കാവുന്ന ഞങ്ങളാരും നിങ്ങൾക്ക് പട്ടയം തന്നിട്ടില്ലല്ലോ, നിങ്ങൾക്ക് അതിനുള്ള അവകാശവും അധികാരമൊന്നും തന്നിട്ടില്ലല്ലോ. എൻ്റെ മാവിൽ കുറച്ച് നാൾ നിങ്ങൾ ചിലപ്പോൾ കൂട് കൂട്ടി കാണും എന്ന് കരുതി നിങ്ങളുടെ സ്ഥിരമായിട്ടുള്ള വീടൊന്നും അല്ലത്, നിങ്ങളെവിടെ വേണമെങ്കിൽ പൊയ്ക്കൊള്ളൂ, വേറെ എവിടെയെങ്കിലും പോയി കൂടി കൂട്ടിക്കൊള്ളൂ എന്നാണ് പറയുന്നത്. കുരുത്ത നാൾ തൊട്ട് ഇന്നോളം തല കുനിച്ചിടാത്തോനീ വൃദ്ധൻ കൂറ്റൻ മഴുവേറ്റിടേന്നേരം കുലുങ്ങിടുന്നു ഭൂചക്രം. ഒരു വലിയ കനത്ത വൃക്ഷമാണിത്. വളരെ പിടിച്ചാൽ പിടിപറ്റാത്ത വളരെ ഭീകരമായ ഒരു വൃക്ഷമാണ് ഈ മാവ് എന്ന് പറയുന്നത്. അവിടെ അത് ഇന്നുവരെയും തല കുനിച്ചിട്ടില്ല. കൂറ്റൻ മഴു ഏറ്റടിയും നേരം കൂറ്റൻ മഴുവിൻ്റെ ആ കൂർത്ത മുനകൾ അതിൻ്റെ ചുവട്ടിലേക്ക് വീശി വീണ്ടും വീണ്ടും വെട്ടുമ്പോൾ ആ മരം ആർത്തനാദത്തോടുകൂടി ഭൂമിയിലേക്ക് പതിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. സ്വന്തം മാറത്തമ്മഹിക്കിരി തീക്കനൽ വീണാൽ വീണോട്ടെ. ഭൂമിയിലേക്ക് വീഴുന്ന ആ വീഴ്ച എന്ന് പറയുന്നത് പ്രകൃതിയുടെ മടിത്തട്ടായ അമ്മയുടെ മടിയിലേക്കാണ്. അമ്മയ്ക്ക് അതിഭയങ്കരമായ വേദന ഉണ്ടാകാം. അങ്ങനെ തീക്കനലായിട്ട് വീഴുന്നെങ്കിൽ വീണോട്ടെ എന്നാണ് ഉടമസ്ഥൻ പറയുന്നത്. അതും എനിക്കൊരു പ്രശ്നമല്ലാതെ എന്തിൽ വേറെ കാമ്യം പണമേ തുച്ഛന്തത് കൈ വന്നോട്ടെ. ഇതൊന്നുമല്ല എനിക്ക് ഗുണം, എനിക്ക് കുറച്ച് പണം കിട്ടും, അതാണ് ഉടമസ്ഥൻ ലാക്കാക്കുന്നത്. പൂങ്കൊലയും കൊണ്ട് ഓടി വന്നൊരു പാലക്കാടൻ കുളിർകാറ്റ് ഞങ്ങളോട് അയ്യോ ചോദിക്കല്ലേ നിൻ്റെ ചിരന്തന ബന്ധുവിനെ. ഇപ്പം ഓടി വരുന്ന കാറ്റ് എന്നും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഏത് നേരത്തും സ്വന്തം ബന്ധു എന്ന നിലയിൽ അല്ലെങ്കിൽ സുഹൃത്തെന്ന നിലയിൽ ആ കാറ്റ് വന്ന് വീശി തലോടുന്ന ആ മരം ഇനി എവിടെ എന്ന് ചോദിക്കല്ലേ എന്നാണ് പറയുന്നത്. പൂത്തിരി കത്തിച്ചെങ്ങളെ നൃത്തം തത്തിക്കാനില്ലിനിയാരും പൂന്തേൻ കൂട്ടി കനികൾ ഉരുട്ടി പ്രിയമോടൂട്ടാനില്ലാരും എന്ന് പറഞ്ഞാൽ ഇനിയും ഈ ഇതിൻ്റെ മാമ്പൂക്കളുമൊക്കെ ആയിട്ട് അങ്ങനെ പൂത്തിരിയായിട്ട് കത്തി മാമ്പൂക്കൾ നിൽക്കാനും ഇനി മാങ്ങകൾ ധാരാളമാക്കി അങ്ങനെ ഈ എല്ലാവരെയും കാട്ടാനും അതുപോലെ തന്നെ
പൂന്തേൻ കൂട്ടി ഈ മാന്തളിരിൽ അല്ലെങ്കിൽ മാവിൻ്റെ പൂക്കളിൽ ധാരാളം തേനുണ്ടാവും. പക്ഷെ അതൊന്നും ഇനിയും ഊട്ടാൻ, അതുപോലെ തന്നെ നല്ല മാങ്ങകൾ, മാമ്പഴങ്ങൾ ധാരാളമുണ്ടാകും. ഓരോ സീസൺ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ഊട്ടാൻ ഇനിയും ആരും കാണില്ല. കാരണം ആ മാവിനി വെട്ടി തകർക്കാൻ പോവുകയാണ്. അതിൻ്റെ തടി ഭൂമിയിലേക്ക് ഒരു ആർത്തനാദത്തോടെ താഴെ വീണെന്ന് വരാം എന്നാണ് പറയുന്നത്. അപ്പോൾ പുളിമാവ് വെട്ടിയപ്പോൾ പ്രകൃതിയിലുണ്ടായ പ്രതികരണങ്ങളെ കവി ആവിഷ്കരിച്ചിരിക്കുന്ന എങ്ങനെയെല്ലാമാണ് കണ്ടെത്തി അവതരിപ്പിക്കുക. അപ്പം നമുക്കറിയാമല്ലോ, ഈ പുളിമാവ് വെട്ടിയപ്പോൾ ഭൂമിയുടെ മടിത്തട്ടിലേക്ക് ഒരു വലിയ നാദത്തോടു കൂടിയാണ് ഒരു തീക്കനൽ വീണു ഭൂമിയുടെ നെഞ്ചിലേക്ക്. അപ്പോൾ അത് ഈ പുളിമാവ് വെട്ടിയപ്പോൾ പ്രകൃതിയിലുണ്ടായ പ്രതികരണങ്ങളെ ഇങ്ങനെയാണ് കവി അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പച്ചത്തണൽ എടുത്ത് പറവകൾ അകലേക്ക് പറന്നുപോയി. എന്തുകൊണ്ട്? ഇനി ഇവിടെ ആ മാവെന്ന് പറയുന്ന വൃക്ഷം ഇനി അവിടെ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ പക്ഷികളോടും പറഞ്ഞിട്ടുണ്ട്, അവസാനത്തെ പച്ചത്തണലും കൊത്തിയെടുത്തുകൊണ്ട് വേണമെങ്കിൽ അകലേക്ക് പറന്നോളൂ, സ്ഥിരമായിട്ടുള്ള താമസത്തിന് ഞങ്ങൾ പട്ടയം തന്നിട്ടില്ലല്ലോ. ഇങ്ങനെയൊക്കെയാണ് അയാൾ പറയുന്നത്. അയാൾ പണത്തിന് വേണ്ടിയാണ് ഉടമസ്ഥൻ പുളിമാവ് വെട്ടുന്നത്. എന്തിനും ലാഭക്കൊതിയോടെ മാത്രം നോക്കിക്കാണുന്ന നമ്മുടെ ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ ഒരു പ്രതിരൂപമാണ് ഈ ഉടമസ്ഥൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതുണ്ട്. അതായത് വരും തലമുറയ്ക്ക് വേണ്ടി നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഈ പുതിയ തലമുറകൾ വരുമ്പോൾ അവർക്ക് ഒന്നുമില്ലാതാക്കിയിട്ടല്ല നമ്മൾ പോകേണ്ടത്. അവർക്ക് വേണ്ട കുളങ്ങൾ വേണം. അവർക്ക് പ്രകൃതിയിൽ എന്തെല്ലാമുണ്ടോ, വൻവൃക്ഷങ്ങളുണ്ടാവും, അതിൽ മാങ്ങകളുണ്ടാവും, അതുപോലെ തന്നെ പല ഫലവൃക്ഷങ്ങളുണ്ടാവും. അതിലുള്ള ഫലങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കണം എന്നുള്ളതാണ് കവിയുടെ അഭിപ്രായം. കവിയുടെ മാത്രം നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായമാണ്. ഇവിടെ കവിത എഴുതിയിരിക്കുന്ന എടശ്ശേരി ഗോവിന്ദൻ നായർ, അദ്ദേഹം പറയുന്നതും അതുതന്നെയാണ്. ഇങ്ങനെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു ഖേദകരമായ കാര്യമാണ്. അതുപോലെ പൂന്തേൻ കിനിയുന്ന മധുരമുള്ള കനികൾ അതിന് വേണ്ടിയിട്ട് വരുന്ന മറ്റ് പക്ഷികൾ അല്ലെങ്കിൽ ചിത്രശലഭങ്ങളെ, വണ്ടുകളെ, അവയ്ക്കെല്ലാം നിഷേധിക്കപ്പെടുകയാണ് അവരുടെ ആനന്ദം അല്ലെങ്കിൽ സന്തോഷം. പുളിമാവ് വെട്ടുന്നതോട് വലിയ ഒരു വിടവാണ് പ്രകൃതിയിൽ ഉണ്ടാകാൻ പോകുന്നത്, അല്ലേ? തണലും അതിൻ്റെ തണുപ്പ്, അതിൻ്റെ ഫലങ്ങൾ, ഇതെല്ലാം നഷ്ടപ്പെടുത്തുകയാണ് ഈ ഒരു ഉടമസ്ഥൻ. അതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു കവിത എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ പരിസ്ഥിതി അതിൻ്റെ തനിമയോടെ എക്കാലത്തും നിലനിൽക്കേണ്ടതാണെന്ന കാഴ്ചപ്പാട് അടയാളപ്പെടുത്തുന്ന കവിതാ ഭാഗമാണിത്, പുളിമാവ് വെട്ടി എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരു ഉപന്യാസം എഴുതണമെന്നുണ്ടെങ്കിലും ഇത് വെച്ചുകൊണ്ട്, ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് എഴുതാൻ കഴിയും. അതായത് ഈ വീടിനും പരിസരത്തുമൊക്കെ ഇതുപോലെ തണലും തണുപ്പും ഫലങ്ങളുമൊക്കെ നൽകുന്ന ഇങ്ങനെയുള്ള വൃക്ഷങ്ങളെ വെട്ടി തകർക്കാൻ പാടില്ല. അതുപോലെ അങ്ങനെയുള്ള പ്രകൃതി വിഭവങ്ങൾ ധാരാളമായിട്ട് നൽകുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ കാര്യങ്ങൾ എഴുതേണ്ടത്. പിന്നെ ഇതിൽ വലിയ ഇങ്ങനെയുള്ള കാര്യം കുറേ ഉണ്ട്. എന്തിനേയും ലാഭക്കൊതിയോടെ നോക്കിക്കാണുന്ന ആധുനിക മനുഷ്യൻ്റെ മനോഭാവമാണോ ഈ വരികൾ എന്നൊക്കെ ഇതിനകത്തിലൊരു ചോദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പരിസ്ഥിതി അതിൻ്റെ തനിമയോടെ എല്ലാ കാലത്തും നിലനിൽക്കേണ്ടതാണെന്ന കാഴ്ചപ്പാട് അടയാളപ്പെടുത്തുന്ന കവിതാഭാഗമാണ് പുളിമാവ് വെട്ടി. ഈ പ്രസ്താവനയെ മുൻനിർത്തി കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ്. അത് നമുക്ക് കുറച്ച് കൂടുതൽ എഴുതാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തിലെ ഈ വളരെ ഭംഗിയായിട്ട്, വളരെ മനോഹരമായിട്ടാണ് എടശ്ശേരി ഗോവിന്ദൻ നായർ ഈ കവിത എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പരിസ്ഥിതിയുടെ അസന്തുലിതാവസ്ഥ അങ്ങനെ ഉണ്ടെങ്കിൽ അതും വെച്ചുകൊണ്ടും നമുക്ക് ഈ ഒരു ഉപന്യാസം അല്ലെങ്കിൽ ഒരു ആസ്വാദനക്കുറിപ്പ് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അത് നമ്മുടേതായ ലാംഗ്വേജിൽ കുറേ കൂടുതലായിട്ട് എഴുതുന്നത് ഒരു 6 മാർക്കിൻ്റെയൊക്കെ ചോദ്യമാണ്. ഒരു പേജ് മൊത്തം എഴുതുന്നത് വളരെ നന്നായിരിക്കും.
പിന്നെ ഒട്ടേറെ വാങ്മയ ചിത്രങ്ങൾ കൊണ്ട് സമ്പന്നമാണല്ലോ പുളിമാവ് വെട്ടി എന്ന കവിത. അടുത്ത ചോദ്യമാണ്. എന്ന കവിതാ ഭാഗം അത്തരം ദൃശ്യങ്ങൾ കോർത്തിണക്കി അതായത് വാങ്മയ ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാങ്മയ ദൃശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിങ്ങനെ കാണാൻ പറ്റും. അതായത് ഒരു വലിയ മാവാണ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ മാവിനെക്കുറിച്ച് ഇങ്ങനെ ഒരു ചിത്രം തെളിയും. അതിൽ നിറയെ മാങ്ങകളുണ്ട് എന്ന് പറയുമ്പോൾ അതും വാങ്മയ ചിത്രമാണ്. നിറയെ മാങ്ങ, അപ്പോൾ അതും നമുക്ക് മനസ്സിലിങ്ങനെ കാണാൻ കഴിയും. അതിങ്ങനെ കാറ്റിലാടുന്നു, അത് വളരെ മനോഹരമായി വീട്ടുമുറ്റത്ത് നിൽക്കുന്നു. അത് വെട്ടാനാണ് വരുന്നത്. അപ്പോൾ ആൾക്കാർ മഴ കൊണ്ട് വരുന്നതായിട്ടും നമുക്കിങ്ങനെ മനസ്സിൽ തെളിയും. അങ്ങനെയുള്ള വാങ്മയ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പച്ചത്തണലും കൊത്തിയെടുത്തിട്ടകലപ്പാറിൻ പറവകളെ. അപ്പോൾ അങ്ങനത്തെ ആ 2 വരി വാങ്മയ ചിത്രമാണ്. അപ്പോൾ പച്ചത്തണലുമായിട്ട് കൊത്തിയെടുത്ത് അകലേക്ക് പറന്നു പോകുന്ന, വിഷമത്തോടെ ദുഃഖത്തോടെ വളരെ വ്യസനത്തോടെ പറന്നു പോകുന്ന പക്ഷികളെയാണ് കവി അവിടെ കാണിച്ചു തരുന്നത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഈ മനോഹരമായ കവിതയെക്കുറിച്ച് പറയാൻ. അപ്പം ഈ കവിത തന്നെ വളരെ സ്ഫുടമായിട്ട് വ്യക്തമായിട്ട് ഒരു 4-5 തവണ വായിക്കണം. അതും വളരെ ക്ലിയറായിട്ടായിരിക്കണം, ഉറച്ചായിരിക്കണം വായിക്കേണ്ടത്. പുറം പറമ്പിൽ പുളിമാവൊന്നുണ്ടാരാൻ പിള്ളേർക്കൊരു പൂരം, മുറിച്ചു തള്ളി പലക പിടിപ്പിൻ വാങ്ങി ഞാനതിനച്ചാരം. അങ്ങനെ തന്നെ കറക്റ്റായിട്ട് കുട്ടികളത് വായിക്കണം. അതുപോലെ തന്നെ നല്ല പദപ്രയോഗങ്ങളിലൂടെ വേണം ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ എഴുതാൻ. മലയാളത്തിൻ്റെ ഏത് ചോദ്യങ്ങളും നമ്മുടെ മാതൃഭാഷയിൽ നല്ല ഒരു വേഡിങ്സ് ഓടുകൂടി വേണം അതിൻ്റെ ആൻസേഴ്സ് എഴുതാൻ. അപ്പോൾ അതിനൊക്കെ നല്ല മാർക്കുകളുണ്ട്. അതുപോലെ തന്നെ നല്ല ക്ലിയറായിരിക്കണം, നല്ല ക്ലാരിറ്റിയിലായിരിക്കണം ഉരുട്ടി എഴുതുക എന്ന് വേറൊരു രീതിയിൽ പറയാം. അങ്ങനെ എപ്പോൾ നോക്കിയാലും നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം കുട്ടികളത് എഴുതേണ്ടത്. അപ്പം നമുക്കിനി അടുത്തൊരു പാഠവുമായിട്ടെത്താം. താങ്ക് യു.